ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് ഓണത്തിന് നാട്ടിലോട്ട് വരാൻ പറ്റില്ല, ഇവിടെ ബാംഗ്ലൂർ തന്നെയായിരിക്കും ഞാൻ. അപ്പോൾ എൻ്റെ ഓണം സദ്യ എന്തായാലും മിസ്സായി എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഓഫീസിൽ പോകേണ്ടി വരും, ഓണസദ്യ പുറത്ത് പോയി കഴിക്കാനും പറ്റില്ല, ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ സൺഡേ ഞങ്ങൾ വെറുതെ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, വൈറ്റ് ഫീൽഡിൽ തന്നെയാണ്, കേരള എന്നാട്ടോ എൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് പോയി ലഞ്ച് കഴിക്കാൻ പോയപ്പോഴാട്ടോ നല്ല അടിപൊളി ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പോലെ നമ്മുടെ മലയാളം ഓരോ പണ്ടത്തെ സിനിമകളുടെ 90s ഫിലിംസ് ആ സമയത്തുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ ഓരോ ഫോട്ടോ പോലെയും എല്ലാം ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതേപോലെ തന്നെ ഇവിടെ ഫുഡ് എന്താ പറയുക, ടേബിളിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ചെയർ, മറ്റേ ഭാഗത്ത് ആട്ടുകുഞ്ഞാലാട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ എല്ലാ ഹോട്ടലുകളും കണ്ടിട്ടില്ല. അത് നല്ല ആംബിയൻസ് ആട്ടോ ഈ ഹോട്ടൽ മൊത്തം. നല്ല സെർവിങ് ആണ് ഇവിടുത്തെ ആൾക്കാർക്ക്. കാരണം നമുക്ക് ഫുഡ് തരുമ്പോൾ തന്നെ ഇടയ്ക്ക് അവിടുത്തെ ഷെഫുമാർ വന്ന് ചോദിക്കും നല്ല ഫുഡാണോ, എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ ബിരിയാണിയും കഴിക്കും, പക്ഷേ എല്ലാ ആൾക്കാരും ഇവിടെ കൂടുതൽ വരുന്നത് സദ്യ കഴിക്കാനാട്ടോ. എനിക്ക് ഇപ്പം ഇട്ടിരിക്കുന്നത് ആക്ച്വലി ഇത് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഇല്ല അതാട്ടോ. സാധാരണ ഞാൻ കണ്ടിട്ടില്ല ഒരു സദ്യയിലും ഈ വല്ല ചമ്മന്തിപ്പൊടി കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് ഇവർ അതും ഇതിനകത്ത് കൊടുക്കും. അതേപോലെ പായസം ഉണ്ടായിരുന്നു, കുറേ കറികളൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല കറികളായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ നോൺ വെജ് ആണെങ്കിലും നമ്മൾ സ്പെഷ്യൽ മീൻ കറി വേണമെങ്കിൽ തരും, മീൻ ഫ്രൈ, അങ്ങനെ ഞാനൊരു മീൻ ഫ്രൈ ജസ്റ്റ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ നല്ല ചോറും നല്ല ഫുഡായിരുന്നു. ഈവൻ പായസമാണെങ്കിലും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ പഴം അടക്കം തന്നിരുന്നു. എനിക്ക് തോന്നുന്നു പഴമൊന്നും എല്ലാ ഹോട്ടലുകളിലും സദ്യക്ക് കൊടുക്കില്ല തോന്നുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. ബൈ.